السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. بسم الله الرحمن الرحيم. واعبدوا الله ولا تشركوا به شيئا وبالوالدين إحسانا. വിശ്വാസികളെ സഹോദരി സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിർദ്ദേശം ജീവിതത്തിലുടനീളം സൂക്ഷിച്ച് പാലിച്ച് യഥാർത്ഥ മുത്തഖീകളും തിരികളുമായി ജീവിക്കണമേ എന്ന് സ്വന്തത്തോടും തുടർന്ന് നിങ്ങളോട് ഓരോരുത്തരും ഉപദേശിക്കുകയാണ് വസിയ്യത്ത് ചെയ്യുന്നത്. പ്രകാരം ജീവിക്കുവാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. അല്ലാഹുവിന്റെ മഹത്തായ അനുഗ്രഹത്താൽ പുതിയൊരു വർഷത്തിലെ ആദ്യ ദിനമായ ജുമുഅയിൽ പങ്കെടുക്കുവാൻ ഭാഗ്യം ലഭിച്ചവരാണ് നമ്മൾ ഓരോരുത്തരും. ഈ ഒരു പുണ്യകർമ്മം അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്ന് സ്വീകരിക്കുവാൻ. സഹോദരങ്ങളെ, സഹോദരിമാർ, ഇസ്ലാമിന്റെ വിധിവിലക്കുകൾ സമൂഹത്തിൽ ശാന്തിയും സമാധാനവും നിലനിർത്താൻ ഉതകുന്നതാണ്. വ്യക്തിയും കുടുംബവും സമൂഹവും രാഷ്ട്രവും എല്ലാ ഇടങ്ങളിലും സമാധാനത്തിലേക്കാണ് ഇസ്ലാം വെളിച്ചം കാണിക്കുന്നത്. കുടുംബം വലിയ ഒരു അനുഗ്രഹമായിട്ടാണ് വിശുദ്ധ ഇസ്ലാം പരിചയപ്പെടുത്തുന്നത്. മറ്റു മതങ്ങളിൽ നിന്ന് വളരെ വ്യത്യസ്തമായിക്കൊണ്ട് ഇസ്ലാം കുടുംബ ബന്ധത്തിന്റെ ചില സവിശേഷതകളും പ്രാധാന്യവും നൽകുന്നതായി നമുക്ക് കാണുവാൻ സാധിക്കും. കുടുംബബന്ധം പുലർത്തുന്നതും അതേപോലെ തന്നെ രക്തബന്ധുക്കളെ സന്ദർശിക്കുന്നതും അവരുമായി ഇണങ്ങി ജീവിക്കുന്നതും എല്ലാം പുണ്യകരമായി കൊണ്ട് ഇസ്ലാം പഠിപ്പിക്കുകയാണ്. ആ ഒരു നിലക്ക് തന്നെ രക്തബന്ധത്തിന്റെ വിഷയത്തിൽ അനിവാര്യമായിട്ട് നാം അറിഞ്ഞിരിക്കേണ്ടുന്ന ചില കാര്യങ്ങളിലേക്ക് സൂചന നൽകുവാനാണ് ഇൻഷാ അല്ലാഹ് ഇന്നത്തെ ഖുത്ബയിലൂടെ ഉദ്ദേശിക്കുന്നത്. കുടുംബബന്ധത്തിൽ ഏറ്റവും അടുത്തവർ നമ്മുടെ മാതാപിതാക്കളാണ്. ആ മാതാപിതാക്കൾക്ക് ഏറ്റവും കൂടുതൽ പരിഗണനയും ശ്രദ്ധയും നമ്മുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവണമെന്ന് ഇസ്ലാം വളരെ കർശനമായി കൊണ്ട് തന്നെ നമ്മെ ഉത്ബോധിപ്പിക്കുന്നുണ്ട്. ഇനി മാതാപിതാക്കൾ അവിശ്വാസികളായ ആളുകളാണെങ്കിൽ പോലും ദുനിയാവിന്റെ കാര്യത്തിൽ, ഭൗതികപരമായ കാര്യത്തിൽ അവരോട് നല്ല നിലയിൽ പെരുമാറണമെന്നും അവർക്ക് നന്മ ചെയ്തു കൊടുക്കണമെന്നും വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട്. വസ്വാഹിബുഹുമാ ഫിദ്ദുനിയ മഅറൂഫ. അവരോട് രണ്ടുപേരോടും അഥവാ മാതാവിനോടും പിതാവിനോടും ഏറ്റവും മഹിതമായ രൂപത്തിൽ ഏറ്റവും നന്മയോടുകൂടി അവരുമായി വർത്തിക്കണമെന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നത്. അപ്പൊ ഭൗതികപരമായി കൊണ്ട് അവർക്ക് ചെയ്തു കൊടുക്കേണ്ട കാര്യങ്ങൾ, അഥവാ അവിശ്വാസികളായ ആളുകളാണെങ്കിൽ പോലും അവരുടെ വസ്ത്രത്തിന്റെയും ചികിത്സയുടെയും ഭക്ഷണത്തിന്റെയും ഒക്കെ കാര്യം പ്രത്യേകമായി ശ്രദ്ധിക്കണം. കാരണം അവർ നിന്റെ മാതാവാണ്, അവർ നിന്റെ പിതാവാണ്. ആ ഒരു പരിഗണന, ആ ഒരു ശ്രദ്ധ അവരെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരിക്കണമെന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുകയാണ്. എന്നാൽ വിശുദ്ധ ഖുർആന്റെ ഒരു കൽപ്പന മാതാവും പിതാവും നിന്നോട് ശിർക്ക് ചെയ്യാൻ വേണ്ടി കൽപ്പിക്കുകയാണ് എങ്കിൽ, അല്ലാഹുവിനെ അല്ലാത്ത ആളുകളെ വിളിച്ചു തേടണമെന്ന് അഥവാ ബഹുദൈവാരാധന നടത്തണമെന്ന് കൽപ്പിക്കുകയാണ് എങ്കിൽ ഒരിക്കലും തന്നെ നീ അത് അംഗീകരിക്കരുത്. ആ ഒരു കാര്യത്തിൽ നീ അവർ രണ്ടുപേരെയും അനുസരിക്കരുത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുകയാണ്.
നിങ്ങൾ സഅദ് ബിൻ അബീ വഖാസ് റളിയല്ലാഹു അൻഹുവിന്റെ സംഭവം നമുക്കറിയാം. ഇസ്ലാം മതം സ്വീകരിച്ചതിന്റെ പേരിൽ മാതാവ് അദ്ദേഹത്തോട് എടുക്കുന്ന ഒരു പ്രതിജ്ഞയുണ്ട്. സഅദേ, നിന്നെ സംബന്ധിച്ചിടത്തോളം നീ വിശ്വസിച്ച ഈ ആദർശമുണ്ടല്ലോ, ഈ സന്ദേശമുണ്ടല്ലോ, ഇതിൽ നിന്ന് നീ പിന്മാറണം. അല്ലെങ്കിൽ നിന്നെ സംബന്ധിച്ചിടത്തോളം പല ആളുകളും മാതാവിനെ കൊന്നവനാണ് എന്ന് പലരും പറഞ്ഞ് പ്രചരിപ്പിക്കും. കാരണം ഞാൻ ഭക്ഷണം കഴിക്കുകയില്ല, അത് നിനക്ക് പ്രയാസകരമായി തീരുന്ന സാഹചര്യം ഉണ്ടാകുമെന്ന് സഅദ് ബിൻ അബീ വഖാസ് റളിയല്ലാഹു അൻഹുവിനോട് തന്റെ മാതാവ് പറയുകയാണ്. ആ ഒരു സമയത്ത് അദ്ദേഹം തന്റെ മാതാവിനോട് പറയുന്നത്, ഉമ്മ, നിങ്ങൾക്ക് 100 ആത്മാവുണ്ടായി, എന്നിട്ട് ഓരോ ആത്മാവും നിങ്ങളുടെ ശരീരത്തിൽ നിന്ന് വേർപിരിഞ്ഞു പോവുകയാണെങ്കിലും ഞാൻ ഒരിക്കലും തന്നെ ഈ ഒരു ആശയത്തിൽ നിന്ന്, ഈ ഒരു ആദർശത്തിൽ നിന്ന് പിന്നോട്ട് പോവുകയില്ല. ഞാൻ മുസ്ലിമായി കൊണ്ട് മാത്രമേ ജീവിക്കുകയുള്ളൂ എന്ന് പ്രഖ്യാപിക്കുകയാണ് തന്റെ മാതാവിന്റെ മുഖത്ത് നോക്കിക്കൊണ്ട്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഭൗതികപരമായി കൊണ്ട് എല്ലാ നിരക്കുള്ള സഹകരണങ്ങളും അതേപോലെ തന്നെ ശ്രദ്ധയും മാതാപിതാക്കൾക്ക് നൽകണം, അവർ അവിശ്വാസികളാണെങ്കിൽ പോലും. എന്നാൽ ഒരിക്കലും ശിർക്ക് ചെയ്യാൻ വേണ്ടി, ബഹുദൈവാരാധന നടത്താൻ വേണ്ടി അവർ നമ്മോട് കൽപ്പിച്ചാൽ അതൊരിക്കലും പാടില്ല എന്നും വളരെ കൃത്യമായി കൊണ്ട് തന്നെ ഇസ്ലാം പഠിപ്പിക്കുകയും ചെയ്യുന്നു. അത്രമാത്രം വളരെ ഗൗരവത്തോടുകൂടി ഇസ്ലാം നമ്മോട് നിർദ്ദേശിക്കുന്നത് മാതാപിതാക്കൾക്ക് നന്മ ചെയ്തു കൊടുക്കണം, അവരുമായി നല്ല നിലയിൽ പെരുമാറണമെന്ന്, അല്ലാഹുവെ ആരാധിക്കണമെന്നും അല്ലാഹുവെ സൂക്ഷിക്കണമെന്നും പറഞ്ഞതിന് ശേഷം കുടുംബ ബന്ധത്തിന്റെ ആ ഒരു പവിത്രത വിശുദ്ധ ഖുർആൻ നമ്മോട് പഠിപ്പിക്കുന്നുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ പ്രസംഗങ്ങളിലൂടെയൊക്കെ തന്റെ ജനത്തെ, സമൂഹത്തെ ഉത്ബോധിപ്പിച്ചിരുന്ന ഒരു വചനമുണ്ട്. വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ നിസാഇന്റെ ആദ്യ ഭാഗത്തിലൂടെ അവർ പറയുന്നു, യാ അയ്യുഹന്നാസു തഖൂ റബ്ബകുമുല്ലദീ ഖലഖകും മിൻ നഫ്സിൻ വാഹിദ. യാ അയ്യുഹന്നാസ്, ജനങ്ങളെ, ഇത്തഖൂ റബ്ബക്കും, നിങ്ങളുടെ റബ്ബിനെ നിങ്ങൾ സൂക്ഷിക്കണം. ആരാണ് നിങ്ങളുടെ റബ്ബ്? അല്ലദീ ഖലഖകും മിൻ നഫ്സിൻ വാഹിദ, ഒരേ ആത്മാവിൽ നിന്ന് നിങ്ങളെ സൃഷ്ടിച്ചവനാണ്. വഖലഖ മിൻഹാ സൗജഹാ വബസ്സ മിൻകുമാ റിജാലൻ കസീറൻ വനിസാഅ, ആ ഒരു ആത്മാവിൽ നിന്ന് അതിന്റെ ഇണയെ അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചു. എന്നിട്ടോ അവരിൽ നിന്ന്, അഥവാ ആ ഒരു ആണിൽ നിന്നും പെണ്ണിൽ നിന്നും, ആദം അലൈഹിസ്സലാത്തു വസ്സലാമയിൽ നിന്നും ഹവ്വാ ബീവി റളിയല്ലാഹു അൻഹയിൽ നിന്നും ഒരുപാട് ആളുകളെ അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചു. അവരുടെ കണ്ണികളായിക്കൊണ്ടാണ് നമ്മൾ ഓരോരുത്തരും ഈ ദുനിയാവിൽ ജീവിച്ചു. ആ ഒരു കാര്യം അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതിന് ശേഷം നമ്മോട് പഠിപ്പിക്കുന്നത്, വത്തഖുല്ലാഹല്ലദീ തസാഅലൂന ബിഹി വൽ അർഹാം ഇന്നല്ലാഹ കാന ബിക്കും അലൈക്കും റഖീബാ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് തുടർന്ന് പഠിപ്പിക്കുന്നത്, നിങ്ങൾ കുടുംബ ബന്ധം എന്ത് ചെയ്യണം? കാത്തു സൂക്ഷിക്കണം. കുടുംബ ബന്ധത്തെ നിങ്ങൾ കാത്തു സൂക്ഷിക്കുവാൻ നിങ്ങൾ തയ്യാറാകണം. കാരണം ഇന്നല്ലാഹ കാന അലൈക്കും റഖീബാ, തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളെ ഓരോരുത്തരെയും നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നു. അല്ലാഹു നമ്മെ ഓരോരുത്തരെയും നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നു. എന്താണ് നമ്മൾ ചെയ്യുന്നത്, എന്താണ് പ്രവർത്തിക്കുന്നത് എന്നതിനെ സംബന്ധിച്ച് അല്ലാഹു കണ്ടറിയുകയാണ്. മാതാപിതാക്കൾക്ക് നന്മ ചെയ്യേണ്ടുന്നതിന്റെ, അതേപോലെ തന്നെ കുടുംബ ബന്ധം ചാർത്തേണ്ടുന്നതിന്റെ, പുലർത്തേണ്ടുന്നതിന്റെ പ്രാധാന്യത്തെ സംബന്ധിച്ചാണ് ഈ ഒരു വചനത്തിലൂടെ. ഈ നോക്കൂ നിങ്ങളെ, വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ഇസ്രായിലെ 23 മുതൽ 25 വരെയുള്ള 3 വചനങ്ങളിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഒരു പ്രാധാന്യം വീണ്ടും എടുത്തു പറയുന്നു. വഖല്ലാ റബ്ബുക അല്ലാ തഅബുദു ഇല്ലാ ഇയ്യാഹു വബിൽ വാലിദൈനി ഇഹ്സാന. വഖല്ലാ റബ്ബുക, നിന്റെ രക്ഷിതാവ് വിധിച്ചിരിക്കുന്നു, അല്ലാ തഅബുദു ഇല്ലാ ഇയ്യാഹു, അവനെ അല്ലാതെ നിങ്ങൾ ആരാധിക്കരുത് എന്ന്. ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം പഠിക്കുന്നത് അല്ലാഹുവിനെ അല്ലാതെ നിങ്ങൾ വേറെ ആരെയും ആരാധിക്കരുത് എന്ന തൗഹീദിന്റെ സന്ദേശം പറഞ്ഞതിന് ശേഷം എടുത്തു പറഞ്ഞ വിഷയമോ, വബിൽ വാലിദൈനി ഇഹ്സാന, മാതാപിതാക്കൾക്ക് നന്മ ചെയ്യുവാൻ നിങ്ങൾ തയ്യാറാകണം. അപ്പോൾ മാതാപിതാക്കൾക്ക് നന്മ ചെയ്യണമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല എടുത്തു പറയുന്ന ആ ഒരു തരം അല്ലാഹുവിനെ മാത്രം ആരാധിക്കണമെന്ന് പറഞ്ഞ് അതേപോലെയുള്ള ഒരു പ്രാധാന്യത്തോടു കൂടിയാണ്, ഗൗരവത്തോടു കൂടിയാണ് പറയുന്നത് മാതാപിതാക്കൾക്ക് നന്മ ചെയ്യണം. നിങ്ങൾ അനാഥമായി നിങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തിയ വചനത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നത് ആ ഒരു കാര്യത്തെ സംബന്ധിച്ചാണ് പഠിപ്പിക്കുന്നത്. അല്ലാഹുവിനെ നിങ്ങൾ ആരാധിക്കുക. വഅബ്ദുല്ലാഹ വലാ തുശ്രികൂ ബിഹി ശൈഅ, അല്ലാഹുവിനെ നിങ്ങൾ ആരാധിക്കണം, അവനെ യാതൊന്നിനെയും പങ്കു ചേർക്കരുത്. വബിൽ വാലിദൈനി ഇഹ്സാന,
മാതാപിതാക്കൾക്ക് നന്മ ചെയ്യുകയും വേണം. മാതാപിതാക്കൾക്ക് നന്മ ചെയ്യേണ്ടതിന്റെ പ്രാധാന്യത്തെ സംബന്ധിച്ചാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. ഇനി അവർക്ക് കൂടുതൽ സ്നേഹവും വാത്സല്യവും പരിചരണവും പരിഗണനയും ആവശ്യമുള്ളത് അവരെ പ്രായം ചെല്ലുന്ന അഥവാ പ്രായം ചെന്ന ആ ഒരു സാഹചര്യത്തിലാണ് പ്രത്യേകമായ ശ്രദ്ധയും പരിഗണനയും അവർക്ക് നൽകേണ്ടത്. അവർക്ക് നടക്കാൻ സാധിക്കുന്ന സമയത്ത്, അവർക്ക് വീട്ടിലെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ സമയത്ത് അവർക്ക് ചെയ്യാനുള്ള ശേഷിയുള്ള ആ ഒരു സമയത്തല്ല, മറിച്ച് അവർക്കൊന്ന് എഴുന്നേറ്റ് നിൽക്കാൻ കഴിയുന്നില്ല, അങ്ങാടിയിലേക്കൊന്ന് പോകുവാൻ കഴിയുന്നില്ല, ബാത്റൂമിലേക്കൊന്ന് പോകുവാൻ കഴിയുന്നില്ല, ഭക്ഷണം കഴിക്കാൻ സാധിക്കുന്നില്ല. അങ്ങനെയുള്ള സാഹചര്യത്തിൽ പ്രത്യേകിച്ചും അഥവാ മാതാപിതാക്കൾ വാർദ്ധക്യ സഹജമായ ആ ഒരു അവസ്ഥയിലായിക്കൊണ്ടിരിക്കുമ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ ശ്രദ്ധയും പരിഗണനയും അവർക്ക്. അതാണ് തുടർന്ന് പഠിപ്പിക്കുന്നത്. അവരിൽ ഒരാളോ അല്ലെങ്കിൽ രണ്ടാളോ നിന്റെ അടുക്കൽ വാർദ്ധക്യം പ്രാപിച്ചിരിക്കുന്ന അവസ്ഥയാണ്. വാർദ്ധക്യ സഹജമായ രോഗങ്ങൾ പിടിപെട്ടുകൊണ്ട് നിന്റെ അടുക്കൽ കഴിയുകയാണ് അവർ രണ്ടുപേരോ അല്ലെങ്കിൽ ഒരാളോ. നീ അവരോട് എന്നൊരു വാക്ക് പോലും പറയരുത്. അതിന്റെ അടുക്കൽ പറയുമ്പോൾ എനിക്ക് കഴിയില്ല എന്ന് പറയാൻ പാടില്ല. മരുന്ന് കൊണ്ടുവരാൻ വേണ്ടി പറയുമ്പോൾ എനിക്കതിന് സമയമില്ല എന്ന് പറയാൻ പാടില്ല. ഭക്ഷണം ചോദിക്കുമ്പോൾ അത് വേറെ ആരെങ്കിലും കൊണ്ടുവന്നു തരുമെന്ന് പറയുവാൻ പാടില്ല എന്നാണ് സുഹൃത്തുക്കളെ പഠിപ്പിക്കുന്നത്. അവരോട് നീ കയർത്ത് സംസാരിക്കുകയും ചെയ്യരുത്. ദേഷ്യപ്പെട്ടുകൊണ്ട് അവരോട് പറയുവാൻ എന്തെങ്കിലും സംസാരിക്കുവാനും പാടില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നു. എന്നിട്ട് അല്ലാഹു പറയുന്നത് അവരോട് ഏറ്റവും മാന്യമായ രൂപത്തിൽ സംസാരിക്കുവാൻ നീ തയ്യാറാണ്. ആ ഒരു സമയത്താണ് സ്നേഹവും വാത്സല്യവും അതേപോലെ തന്നെ കാരുണ്യവും അവർക്ക് നൽകേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ഒരു സമയത്ത് നമ്മൾ പാലിക്കേണ്ടുന്ന പ്രാധാന്യത്തെ സംബന്ധിച്ച്, മര്യാദയെ സംബന്ധിച്ചാണ് ആ ഒരു വചനത്തിലൂടെ പഠിപ്പിക്കുന്നത്. മാത്രമല്ല അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനാണ്. കാരുണ്യത്തിന്റെ ചിറകുകളിൽ നാഥാ നീ അവർക്ക് താഴ്ത്തി കൊടുക്കണമേ, അവർക്ക് നാഥാ നീ കരുണ ചെയ്യണമേ, എളിമയുടെ ചിറകിനെ നീ അവർക്ക് താഴ്ത്തി കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുവാൻ വിശ്വാസികളോട് അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിക്കുന്നു. ചെറുപ്പത്തിൽ എന്നെ വളർത്തിയതുപോലെ ഒരുപാട് സ്നേഹവും വാത്സല്യവും കാരുണ്യവും എനിക്ക് നാഥാ എന്റെ മാതാപിതാക്കൾ നൽകിയിട്ടുണ്ട്. അതുപോലെ അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതൽ സ്നേഹവും വാത്സല്യവും പരിഗണനയും നാഥാ നീ അവർക്ക് നൽകണമേ, അവരോട് കരുണ ചെയ്യണമേ എന്ന പ്രാർത്ഥന പ്രാർത്ഥിക്കുവാൻ വേണ്ടി അല്ലാഹു പഠിപ്പിക്കുകയും. അതുകൊണ്ട് വിശ്വാസികളെ നമ്മൾ ആലോചിക്കണം, നമ്മുടെ മാതാപിതാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ നമ്മൾ. നമ്മുടെ മാതാപിതാക്കൾ ഹയാത്തിലുണ്ടെങ്കിൽ, ജീവിതത്തിൽ ജീവിച്ചിരിക്കുന്നുണ്ട് എങ്കിൽ അവർക്ക് വേണ്ടുന്ന പരിഗണനയും അതേപോലെ തന്നെ അവർക്ക് വേണ്ടുന്ന ശ്രദ്ധയും പരിചരണവും കൃത്യമായി. അയ്യോ മാതാപിതാക്കൾ നമ്മെ വിട്ടുകെട്ടിട്ടുണ്ടെങ്കിലും അല്ലാഹുവിന്റെ വിളിക്ക് ഉത്തരം നൽകിയിട്ടുണ്ടെങ്കിലും അത്തരം ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ കബറിടങ്ങൾ സന്ദർശിക്കുവാനും അതോടൊപ്പം തന്നെ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുവാനും വിശ്വാസികളെ നമ്മൾ സമയം കണ്ടെത്തണം. ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം ആ ഒരു സമയത്ത് ആ ഒരു മരണാനന്തര ചടങ്ങുമായി ബന്ധപ്പെട്ട് മാത്രം ഒന്ന് കബറിന്റെ അടുക്കിലേക്ക് പോയിട്ടുണ്ടാവും, പിന്നെ ഇന്ന് വരെ പോയിട്ടുണ്ടാവുകയില്ല. അങ്ങനെയുള്ള ചില ആളുകൾ മറിച്ച് അതിനുള്ള സമയവും സന്ദർഭവും നമ്മൾ കണ്ടെത്തണം. സഹോദരൻ, തന്റെ മാതാപിതാക്കൾ തനിക്ക് വേണ്ടി നമുക്ക് വേണ്ടി ഒരുപാട് കഷ്ടപ്പാടുകൾ സഹിച്ചവരാണ്, ഒരുപാട് ത്യാഗങ്ങൾ സഹിച്ചവരാണ്, ഉറക്കമൊഴിച്ചവരാണ്, ഭക്ഷണം കഴിക്കാതെ ഒരുപാട് ദിവസങ്ങൾ തള്ളി നീക്കിയവരാണ് മാതാപിതാക്കൾ. ആ മാതാപിതാക്കളെ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും അവരെ സംരക്ഷിക്കുവാനും അല്ലാഹുവിന്റെ കൽപ്പന. അതോടൊപ്പം തന്നെ ആത്മാർത്ഥമായി അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും. നിങ്ങൾ പ്രവാചകന്മാരുടെ ചരിത്രം നമുക്ക് പരിശോധിക്കുമ്പോൾ അദ്ദേഹത്തെ സംബന്ധിച്ച് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നത് സംബന്ധിച്ച് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നത് തന്റെ മാതാപിതാക്കൾക്ക് നന്മ ചെയ്ത വ്യക്തിത്വമായി, തന്റെ മാതാപിതാക്കൾക്ക് വേണ്ടി നന്മ ചെയ്ത വ്യക്തിത്വമായിരുന്നു. അതേപോലെ തന്നെ അനുസരണശീലമില്ലാത്ത ക്രൂരനായ ഒരു വ്യക്തിത്വമായിരുന്നില്ല എന്ന് അതിനനുസരിക്കുകയും അതേപോലെ മാതാപിതാക്കൾക്ക് വേണ്ടുന്ന എല്ലാ നന്മകളും ചെയ്തു കൊടുത്ത് ജീവിക്കുന്ന വ്യക്തിത്വമായിരുന്നു യഹ്യാ നബി അലൈഹി സ്വലാത്തു വസ്സലാം.
ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ സംബന്ധിച്ച് തന്റെ മാതാവിന് നന്മ ചെയ്തു കൊടുത്തിരുന്നു എന്ന് തുടർന്ന് സൂചിപ്പിക്കുന്ന വചനം നമുക്ക് കാണാൻ സാധിക്കും. വലം യജഅൽനി ജബ്ബാറൻ ശഖിയ്യ. ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ സംബന്ധിച്ചിടത്തോളം പരിചയപ്പെടുത്തുന്നതയോ തന്റെ മാതാവിന് വേണ്ടി പുണ്യം ചെയ്ത നന്മ ചെയ്തു കൊടുത്ത വ്യക്തിത്വമായിരുന്നു. അതോടൊപ്പം തന്നെ ക്രൂരമായ ഒരു വ്യക്തിയായി എന്റെ റബ്ബ് എന്നെ നിശ്ചയിച്ചിട്ടില്ല എന്ന് ഇങ്ങനെ പ്രവാചകന്മാരുടെ ചരിത്രം എടുത്തു നോക്കുമ്പോൾ അവരെല്ലാം തന്റെ മാതാപിതാക്കൾക്ക് ചെയ്തു കൊടുത്ത സേവനത്തെ സംബന്ധിച്ച്, പുണ്യത്തെ സംബന്ധിച്ച്, നന്മയെ കുറിച്ചൊക്കെ ഇങ്ങനെ എടുത്തു പറയും. അത് പ്രവാചകനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിത ചരിത്രത്തിലും നമുക്ക് കാണുവാൻ സാധിക്കും. തന്റെ റബ്ബിനോട് അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് അനുമതി ചോദിച്ച ഒരു രംഗം ഹദീസിലൂടെ നമുക്ക് കാണാൻ സാധിക്കും. തന്റെ മാതാവിന്റെ കബറിന്റെ അടുക്കൽ പോയിക്കൊണ്ട് പ്രാർത്ഥിക്കുവാൻ വേണ്ടി, ഇസ്തിഗ്ഫാർ ചോദിക്കാൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ചോദിക്കുകയാണ്. വഇന്നി സഅൽതു റബ്ബിയൽ ഇസ്തിഗ്ഫാർ ലഹ ഫലം യഅ്ദൻ ലി. സുഖമറിയാം, എന്റെ മാതാവിന് വേണ്ടി ഇസ്തിഗ്ഫാർ ചോദിക്കാൻ എന്റെ നാഥനോട്, റബ്ബിനോട് ഞാൻ അനുവാദം ചോദിച്ചു, പക്ഷേ ഫലം യഅ്ദൻ ലി, എനിക്ക് അനുമതി ലഭിച്ചില്ല. എനിക്ക് ഇസ്തിഗ്ഫാർ ചോദിക്കാൻ വേണ്ടി ഒരിക്കലും അനുവാദം അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുകയില്ലായി. എന്നാൽ അദ്ദേഹത്തിന്റെ അവരുടെ ഖബർ സന്ദർശിക്കാൻ വേണ്ടിയുള്ള അവസരം ലഭിച്ചു. സ്വഹീഹായ റിപ്പോർട്ടിലൂടെ കാണുവാൻ സാധിക്കും. ഫസാറ ഖബറ ഉമ്മി ഫബക റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ മാതാവിന്റെ, തന്റെ ഉമ്മയുടെ ഖബർ സന്ദർശിച്ചു. അങ്ങനെ ഖബർ സന്ദർശിച്ചപ്പോൾ ഫബക റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കരഞ്ഞു. ഫബക മൻ ഹൗലഹു, റസൂലിന്റെ കൂടെ ഉണ്ടായ സ്വഹാബത്തും ആ ഒരു രംഗം കണ്ടുകൊണ്ട് കരയുകയാണ്. സ്വഹീഹായ ഹദീസിലൂടെ നമുക്കത് കാണാൻ സാധിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് മാതാവിനോടുള്ള സ്നേഹപ്രകടമായിരുന്നു അതിന്റെ ചരിത്രങ്ങളിലൂടെ മനസ്സിലാക്കാൻ സാധിക്കും. നമ്മൾ ആലോചിക്കാം, നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ മാതാപിതാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും അവരുടെ ഖബറിടം പോയി സന്ദർശിക്കുവാനും ആത്മാർത്ഥമായി അവർക്ക് വേണ്ടി ദുആ ചെയ്യുവാനുള്ള സമയം നമ്മൾ കണ്ടെത്തുന്നുണ്ട് എങ്കിൽ നമുക്ക് നമ്മുടെ മാതാവിനോടും പിതാവിനോടും കടമയുണ്ട്. ആ കടമയും ബാധ്യതയും നമ്മൾ തീർക്കുന്നുണ്ട് എന്ന് കുഞ്ഞുങ്ങളെ, ഒരു പ്രമുഖ സ്വഹാബി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സന്നിധിയിലേക്ക് കടന്നു വരികയാണ്. എന്നിട്ട് ശക്തമായി കൊണ്ട്, കഠിനമായി കൊണ്ട് അദ്ദേഹം കരയുകയാണ്. അദ്ദേഹം കരയാനുള്ള കാരണം എന്ത് എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത്, ഇന്നലി ബാബാനി മഫ്തൂഹാനി ഫിൽ ജന്ന, സ്വർഗ്ഗത്തിലേക്ക് തുറക്കപ്പെട്ടിരുന്ന രണ്ട് കവാടങ്ങൾ എനിക്കുണ്ടായിരുന്നു. ഫൗഗലിക അഹദുഹുമാ, അവ രണ്ടിൽ ഒന്ന് ബന്ധിക്കപ്പെട്ടു, അടക്കപ്പെട്ടു. എന്നിട്ട് അദ്ദേഹം വിശദീകരിക്കുന്നതറിയോ, തന്റെ മാതാവ് വാർദ്ധക്യാവസരത്തിലുണ്ടായിരുന്ന തന്റെ മാതാപിതാക്കൾ അവരെ പരിചരിക്കുമ്പോൾ എനിക്ക് ആ സ്വർഗത്തിന്റെ കവാടങ്ങൾ, രണ്ട് കവാടങ്ങൾ തുറക്കപ്പെട്ടിരിക്കുകയായി. പക്ഷേ ഒരാൾ തന്നിൽ നിന്ന് വിട പറഞ്ഞു പോയി. എനിക്ക് ആ ഒരു ഭാഗ്യം ഇനി ലഭിക്കുകയില്ലല്ലോ എന്ന് ഓർത്തുകൊണ്ടാണ്, ആലോചിച്ചുകൊണ്ടാണ് ഞാൻ കരയുന്നത് എന്ന് പറയുകയാണ്. മാതാവും പിതാവും പ്രായമായിക്കൊണ്ട് വീട്ടിൽ കഴിയുമ്പോൾ, അവരെ ശ്രദ്ധിക്കുമ്പോൾ, അവരെ പരിഗണിക്കുമ്പോൾ, പരിചരിക്കുമ്പോൾ ആ ആളുകളെ സംബന്ധിച്ചിടത്തോളം ആരാണോ ശ്രദ്ധിക്കുന്നത്, ആരാണോ പരിചരിക്കുന്നത്, അവരെ സംബന്ധിച്ചിടത്തോളം സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ അവർക്ക് സാധിക്കുമെന്ന്, അതിനുള്ള അവസരങ്ങൾ അവരുടെ മുമ്പിലുണ്ട് എന്ന, അവർക്ക് ഭക്ഷണം നൽകുമ്പോഴും ചികിത്സയ്ക്ക് വേണ്ടി നമ്മൾ ശ്രദ്ധിക്കുമ്പോഴും എല്ലാ നിരക്കുമുള്ള സഹകരണം ചെയ്തു കൊടുക്കുമ്പോൾ ഇത്തരം ആളുകളെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് പുണ്യമാണ് അവർക്ക് ലഭിക്കുക. ഈ മാതാവും പിതാവും മക്കളെ ശപിച്ചു കഴിഞ്ഞാൽ അല്ലാഹുവിന്റെ ശാപവും സംഭവം അറിയാത്ത ആളുകൾ ഒരുപാട് നന്മകൾ ചെയ്തുകൊണ്ട്, സൽക്കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് ജീവിച്ച വ്യക്തിത്വമായിരുന്നു. പക്ഷേ ആരാധനയിൽ മുഴുകി മാതാവ് പറയുന്നത്, വിളിക്കുന്നത് ശ്രദ്ധിക്കാത്ത അവസ്ഥയുണ്ടായിരുന്നു. എന്നോട് സംസാരിക്കാൻ അദ്ദേഹം തയ്യാറായില്ല. ഉമ്മ പറയാം, എന്റെ മകൻ എന്നോടൊന്ന് സംസാരിക്കാൻ, ഞാനൊന്ന് വിളിച്ചപ്പോ ഒന്ന് ചെവി കൊള്ളാൻ, അതൊന്ന് കേട്ടുകൊണ്ട് എന്താണ് ഞാൻ പറയുന്നത് എന്ന് ശ്രദ്ധിക്കാൻ അവൻ തയ്യാറായില്ല. അങ്ങനെ മാതാവെടുക്കുന്നൊരു തീരുമാനത്തിന്റെ ഒരു ശപഥം അറിയാം. ഈ നാട്ടിൽ ഏതെങ്കിലും ഒരു പ്രവൃത്തി ചെയ്യുന്ന ഒരു സ്ത്രീയെ കൊണ്ട് അവരുടെ പേരിൽ എന്തെങ്കിലുമൊക്കെ പ്രചരണം ഉണ്ടാവും, ആ ഒരു സാഹചര്യം ഉണ്ടാവുകയാണ് പിന്നീട് കുഞ്ഞുങ്ങളിൽ. അപ്പോ ഞാൻ സൂചിപ്പിച്ചത്, മാതാവും പിതാവും നമ്മെ ശപിച്ചു കഴിഞ്ഞാൽ അള്ളാഹുവിന്റെ ശാപം ഉണ്ടായിത്തീരുന്നു. അള്ളാഹുവിന്റെ തൃപ്തി ലഭിക്കണമെങ്കിൽ മാതാപിതാക്കളെ തൃപ്തി ലഭിക്കണം. മാതാപിതാക്കളുടെ തൃപ്തിയിലാണ് അള്ളാഹുവിന്റെ തൃപ്തി
മാതാപിതാക്കളുടെ കോപത്തിലാണ് അള്ളാഹുവിന്റെ കോപം എന്നും മാതാവിന്റെയും പിതാവിന്റെയും തൃപ്തിയോടുകൂടി ജീവിച്ചു കഴിഞ്ഞാൽ അള്ളാഹുവിന്റെ തൃപ്തി ലഭിക്കുന്നു, അവർക്ക് സ്വർഗ്ഗം ലഭിക്കുകയും ചെയ്യുന്നു എന്നാണ്. എന്നാൽ ഇന്ന് ബന്ധങ്ങളൊക്കെ ശിഥിലമായി കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചു. ഏറ്റവും കൂടുതൽ ബന്ധമുള്ള ആളുകൾ ആരാണെന്ന് ചോദിച്ചാൽ രക്തബന്ധമുള്ള ആളുകളാണ് ഏറ്റവും കൂടുതൽ ബന്ധമുള്ളത്. അവരോടാണ് ഏറ്റവും കൂടുതൽ കടപ്പാടുകൾ ഉള്ളത്, അതേപോലെ തന്നെ ബാധ്യതയുള്ളത് എന്നും നമ്മൾ തിരിച്ചറിയും. വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഒരു അടയാളമായി കൊണ്ട് നിലനിൽക്കും. പറഞ്ഞാൽ രക്തബന്ധമുള്ള ആളുകളോട് കൂടുതൽ ഇടപെടുവാനും കാര്യങ്ങൾ അറിയുവാനും അന്വേഷിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കുവാനും ഒക്കെ അതിനുള്ള സാഹചര്യങ്ങളും സന്ദർഭങ്ങളും ഉണ്ടാകണം. അതേപോലെ തന്നെ ഫക്കീറുകളായ ആളുകളുണ്ടെങ്കിൽ, ദരിദ്രരായ ആളുകൾ തന്റെ കുടുംബത്തിലുണ്ടെങ്കിൽ അവരെ പരിഗണിക്കണം, അവരെ ശ്രദ്ധിക്കണം. നിങ്ങൾ സമ്പത്ത് ചിലവഴിക്കുമ്പോൾ നിന്റെ ഏറ്റവും അടുത്ത ആളുകൾക്ക്, കുടുംബക്കാരായ ആളുകൾക്ക് നൽകണം. എന്തേ കാരണം? അവർ പാവപ്പെട്ടവരായ ആളുകൾ ഉണ്ടെങ്കിൽ മറ്റുള്ളവർക്കല്ല നീ പ്രാധാന്യം കൊടുക്കുന്നത്, മറിച്ച് അവരെ ശ്രദ്ധിക്കാൻ വേണ്ടി നീ തയ്യാറാകണമെന്ന് ഇഷ്ടം. അതുകൊണ്ട് അത്തരം ആളുകളെ തിരിച്ചറിയുവാനും കുടുംബപരമായി കൊണ്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കുവാനും അവരെ സഹായിക്കേണ്ട ആളുകളാണെങ്കിൽ സഹായിക്കുവാനും നമ്മൾ തയ്യാറാകണം. കുടുംബക്കാരായ ആളുകൾക്ക് നൽകുമ്പോൾ രണ്ട് തരത്തിലുള്ള പ്രതിഫലമാണ് നൽകുക, അവർക്ക് ലഭിക്കുക. ഒന്നാമത്തേത് അല്ലാഹുവിന്റെ കൽപ്പനയാണ് എന്ന നിലയ്ക്ക് നൽകുന്നു, ആ ഒരു നിയ്യത്തോടു കൂടി നൽകുന്നു. അതോടൊപ്പം തന്നെ തന്റെ കുടുംബ ബന്ധത്തിൽപ്പെട്ട ആളുകൾക്കാണ് നൽകുന്നത് എന്ന ആ ഒരു പുണ്യവും, അതേപോലെ തന്നെ രണ്ടാമത്തേത് കുടുംബ ബന്ധം ചാർത്തുന്നു എന്ന ആ ഒരു പുണ്യവും നമുക്ക് ലഭിക്കുന്നു. കുടുംബബന്ധം നമ്മൾ ചാർത്തുന്നു, ആ ഒരു കുടുംബബന്ധം പുലർത്തുന്നു എന്ന ആ ഒരു പുണ്യവും, അതേപോലെ തന്നെ ആ ഒരു ഏറ്റവും അർഹരായ ആളുകൾ, കുടുംബക്കാരായ ആളുകൾ നമ്മൾ പരിഗണിക്കുകയും ചെയ്യുന്നു എന്ന ആ ഒരു ശ്രദ്ധയും നമ്മുടെ ഭാഗത്ത് ഉണ്ടാവുകയും ചെയ്യുന്നു. ആ ഒരു നിലയ്ക്ക് കുടുംബത്തെ കണ്ടറിയുവാനും അവരെ സഹായിക്കുവാനും ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതേപോലെ നമ്മൾ അവരെ പരിഗണിക്കുകയും ചെയ്യുന്നു. സ്വഹാബത്തിന്റെ ചരിത്രങ്ങളിൽ പരിശോധിക്കുമ്പോൾ കൃത്യമായി നമുക്കത് കാണുവാൻ സാധിക്കും. സൂറത്തു ആൽ ഇംറാനിലെ 92-ാമത്തെ വചനം ഇറക്കുന്ന ഒരു രംഗമുണ്ട്. തന്റെ സമൂഹത്തിന്റെ അല്ലെങ്കിൽ തന്റെ സ്വഹാബത്തിന് ഓതി കേൾപ്പിച്ചു കൊടുക്കുന്ന രംഗം. ലൻ തനാലുൽ ബിർറ ഹത്താ തുൻഫിഖൂ മിമ്മാ തുഹിബ്ബൂൻ വമാ തുൻഫിഖൂ മിൻ ശൈഇൻ ഫഇന്നല്ലാഹ ബിഹി അലീം. ആ ഒരു വചനം ഇറങ്ങിയപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ സ്വഹാബത്തിന് ഓതി കേൾപ്പിച്ചു കൊടുത്തു. പഠിപ്പിച്ച അല്ലെങ്കിൽ ആ ഒരു വചനം ഓതി കേൾപ്പിച്ചു കൊടുക്കുമ്പോൾ അബൂ തൽഹത്തുൽ അൻസാരി എന്ന് പറയുന്ന സ്വഹാബത്ത് ഒരുപാട് സമ്പത്തിന്റെ ഉടമയായിരുന്നു. ബൈറുഹ എന്ന തോട്ടമായിരുന്നു അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് ഏറ്റവും പ്രിയപ്പെട്ട ഒരു തോട്ടം. മുന്തിരികളും അതേപോലെ തന്നെ ഈത്തപ്പനകളും ഒക്കെ നിറഞ്ഞു നിൽക്കുന്നത് ഈ ഒരു വചനം കേൾക്കുന്നതോടുകൂടി അല്ലാഹുവിന്റെ പ്രവാചകരോട് പറയാൻ, പ്രവാചകരെ, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട എന്റെ ബൈറുഹ തോട്ടം അത് ഞാൻ എന്റെ കുടുംബാംഗങ്ങൾക്ക് വീതിച്ചു നൽകാൻ ഞാൻ തയ്യാറാക്കുകയാണ്. നിങ്ങൾ ഇഷ്ടപ്പെടുന്നതിൽ നിന്നും നിങ്ങൾ ചെലവഴിക്കുന്നത് വരെ നിങ്ങൾക്ക് പുണ്യം നേടാനാവുകയില്ല എന്ന് അല്ലാഹു വചനം. അപ്പോഴാണ് അബൂ തൽഹത്തുൽ അൻസാരി പറഞ്ഞത്, പ്രവാചകരെ, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ബൈറുഹ തോട്ടമാണ്, മുന്തിരികളും ഈത്തപ്പനകളും ഒക്കെ നിറഞ്ഞു നിൽക്കുന്ന ഒരു തോട്ടമാണ്. അതുകൊണ്ട് ഞാനത് ചെലവഴിക്കാൻ സന്നദ്ധനാണ് പ്രവാചകരെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിന് അനുമതി നൽകുകയാണ്. അൻത ജഅലഹാ അൽ അഖ്റബീൻ, തന്റെ കുടുംബക്കാരായ ആളുകൾക്ക് വേണ്ടി അദ്ദേഹം അത് വിഹിതം കൊടുക്കുകയാണ്. സഹീഹ് ബുഖാരിയിൽ നമുക്ക് കാണാൻ സാധിക്കും, ഫഖസ്സമഹാ അദ്ദേഹം അത് വിഭജിച്ചു കൊടുത്തു. അബൂ തൽഹ അത് വിഭജിച്ചു കൊടുത്തു. ഫഖസ്സമഹാ അബൂ തൽഹ മഅൽ അഖ്റബീൻ, തന്റെ കുടുംബാംഗങ്ങളായ ആളുകൾക്ക് എന്ത് ചെയ്തു? അത് വിഭജിച്ചു കൊടുത്തു, ഭാഗം വെച്ചു കൊടുത്തു. ഇപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത്, തനിക്ക് കഴിയുമെങ്കിൽ, ശേഷിയുണ്ട് എങ്കിൽ വിതരണം ചെയ്യുമ്പോൾ, സഹകരിക്കുമ്പോൾ അല്ലെങ്കിൽ സഹായിക്കുമ്പോൾ തന്റെ ഏറ്റവും കുടുംബക്കാരായ ആളുകൾ ചെയ്യണം, അവരെ ശ്രദ്ധിക്കണം, അവരെ പരിഗണിക്കണം എന്നാണ് ഇത്തരത്തിലുള്ള വചനങ്ങളിലൂടെ കാണുവാൻ സാധിക്കും. ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം കുടുംബത്തിൽ ഒരുപാട് പാവപ്പെട്ട ആളുകൾ, അവരൊന്നും ശ്രദ്ധിക്കും, മറിച്ച് മറ്റുള്ളവരുടെ പേര് ശ്രദ്ധയ്ക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ചെയ്യുന്നവരോ മറ്റുള്ള
മറ്റുള്ള ആളുകളിലേക്ക് അല്ലെങ്കിൽ മറ്റുള്ള ആളുകളിലേക്ക് കൊണ്ടുവരും. എന്നാൽ കുടുംബക്കാരെയും ശ്രദ്ധിക്കണം. അതോടൊപ്പം തനിക്ക് കഴിയുമെങ്കിൽ മറ്റുള്ളവരെ സഹായിക്കുവാനും തയ്യാറാക്കേണ്ടതുണ്ട്. ഏറ്റവും പുണ്യകരമായ കാര്യമായി കൊണ്ട് ഇസ്ലാം നമ്മെ പഠിപ്പിക്കുകയും ചെയ്യും. വിശ്വാസികൾ എന്ന നിലയ്ക്ക് ആ ഒരു നിലയ്ക്കുള്ള കടമകളും ബാധ്യതകളും തിരിച്ചറിയുവാൻ നമ്മൾ കഴിയും. അത്രമാത്രം കുടുംബബന്ധം ചാർത്തുവാൻ നമുക്ക് സാധിക്കുന്നുണ്ട്. ഈ ഒരു വിഷയത്തിൽ നമ്മൾ എവിടെ നിൽക്കുന്നു എന്നതിനെ കുറിച്ച് ഞാനും നിങ്ങളുമൊക്കെ ഒന്ന് കൃത്യമായി ആലോചിക്കും. ഇതൊക്കെ പ്രവേശിക്കുന്ന വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാം കൃത്യമായി പഠിക്കുമ്പോൾ നമുക്ക് ബോധ്യപ്പെടുന്നത് കുടുംബങ്ങളുടെ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. അവർക്ക് വേണ്ടുന്ന പരിഗണന നൽകണം. പ്രത്യേകിച്ച് തന്റെ മാതാപിതാക്കൾക്ക് വേണ്ടുന്ന എല്ലാവിധ ശ്രദ്ധയും പരിഗണനയും കൊടുക്കുകയും ഇത്തരം ആളുകളെ സംബന്ധിച്ചിടത്തോളം സ്വർഗത്തിൽ പ്രവേശിക്കാൻ അവർക്ക് സാധ്യമായി. അല്ലാത്തൊരവസ്ഥയുണ്ടായി കഴിഞ്ഞാൽ പഠിപ്പിക്കുന്നത് ഐഹികമായ ലോകത്ത് വെച്ച് തന്നെ ഒരുപാട് പ്രയാസമൊക്കെ ഉണ്ടാവുന്നു. ദുനിയാവിൽ വെച്ച് തന്നെ ഒരുപാട് ശിക്ഷകൾ അല്ലെങ്കിൽ ഒരുപാട് പരീക്ഷണങ്ങൾ അവരെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിത്തീരുന്നത്. അപ്പോൾ കുടുംബ ബന്ധത്തിന്റെ ആ ഒരു പ്രാധാന്യമാണ് ഇത്തരത്തിലുള്ള വചനത്തിലൂടെയൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് കുടുംബ ബന്ധം ചാർത്തുക, അതേപോലെ തന്നെ മാതാപിതാക്കൾക്ക് വേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും ചെയ്യും. തൻ്റെ റബ്ബിനോടുള്ള ഒരു ബാധ്യത, വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം രണ്ട് ബാധ്യതകളാണ് നമുക്കുള്ളത്. ഒന്ന് തൻ്റെ റബ്ബിനോടുള്ള ബാധ്യതകൾ, ആ ബാധ്യതകൾ നിറവേറ്റുവാൻ. രണ്ടാമത്തേത് സഹജീവികളോടുള്ള ബാധ്യത, ആ ഒരു ബാധ്യതയും നിറവേറ്റുവാൻ വിശ്വാസികൾ എന്ന നിലയ്ക്ക് നമുക്ക് സാധിക്കും. അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആലയും അല്ലാഹുവിന്റെ പ്രവാചകനും നിർദ്ദേശിക്കുന്നതിനനുസരിച്ച് ഉപദേശ നിർദ്ദേശങ്ങൾ ജീവിതത്തിലുടനീളം പാലിച്ച് സൂക്ഷിച്ച് യഥാർത്ഥ മുഅ്മിനീങ്ങളായി ജീവിക്കൊണ്ടുള്ള സൗഭാഗ്യവും എല്ലാവർക്കും നൽകിയിരിക്കുന്നു. الصلاة والسلام على رسوله الأمين وعلى آله وأصحابه أجمعين. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم. أيها الناس أوصيكم وإياي ثانيا വിശ്വാസികളെ അല്ലാഹുവെ സൂക്ഷിച്ച് ജീവിക്കണമേ എന്ന് രണ്ടാമത് പറഞ്ഞു ഓരോരുത്തരോടും ഉപദേശിക്കുകയാണ്, വസിയത്ത് ചെയ്യുക. വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം പുതുവർഷം ഹിജ്റയുടെ മാസമായ മുഹറം മാസമാണ് എങ്കിൽ ദൈഹികമായ ലോകത്ത് ജീവിക്കുന്ന അല്ലെങ്കിൽ ഔദ്യോഗികമായി നമ്മൾ മനസ്സിലാക്കുന്ന നമ്മളൊക്കെ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു വർഷമാണ്, അല്ലെങ്കിൽ പുതിയ ഒരു വർഷത്തിലാണ് നമ്മളുള്ളത്. നമ്മെ സംബന്ധിച്ചിടത്തോളം ശേഷിക്കുന്ന കാലം വളരെ കുറച്ചാണ് നമ്മുടെ മുമ്പിൽ ഉള്ളത് എന്ന് നമ്മൾ തിരിച്ചറിയും. ഒരു വർഷം കൂടി മരണത്തോട് നമ്മൾ അടുത്തിരിക്കുന്നു എന്ന് തിരിച്ചറിയും. അതുകൊണ്ട് നമുക്ക് ലഭ്യമായ സമയം വേണ്ട രൂപത്തിൽ ഉപയോഗപ്പെടുത്തുവാൻ നമ്മൾ ശ്രമിക്കേണ്ടതുണ്ട്. സമയം സമ്പത്തിനേക്കാൾ മൂല്യമുള്ളതാണ്. കാരണം സമ്പത്ത് നമുക്ക് ആവശ്യമുള്ള സമയത്ത് ഉപയോഗപ്പെടുത്താൻ സാധിക്കും, അത് സൂക്ഷിച്ചു വെക്കാനും സാധിക്കും. പക്ഷേ സമയത്തെ സംബന്ധിച്ചിടത്തോളം നമുക്കത് സൂക്ഷിച്ച് എടുത്തു വെക്കാൻ, മാറ്റി വെക്കാൻ സാധിക്കും. എല്ലാവർക്കും ലഭിക്കുന്നത് ഒരേ സമയം. ഓരോരുത്തരും തന്റെ കർമ്മങ്ങൾക്ക് എത്രമാത്രം അതിനെ ഉപയോഗപ്പെടുത്തുന്നുണ്ട്, ഉപയോഗപ്പെടുത്തി പാരത്രികമായ ലോകത്ത് വിജയിക്കാൻ തയ്യാറാകുന്നുണ്ട് എന്നതിനെ കുറിച്ചാണ് നമ്മൾ ചിന്തിക്കുന്നത്. കഴിഞ്ഞൊരു വർഷം നമ്മിൽ നിന്ന് വിട പറയുമ്പോൾ എത്രമാത്രം നന്മകൾ ചെയ്യുവാൻ വേണ്ടി സമയങ്ങളെ ഉപയോഗപ്പെടുത്തുവാൻ നമുക്ക് സാധിച്ചു എന്നതിനെ കുറിച്ച് നമ്മൾ ആലോചിക്കും. നേരത്തെ സൂചിപ്പിച്ചതുപോലെ കുടുംബബന്ധം പുലർത്തുവാൻ, അതേപോലെ തന്നെ അവരുമായി കൊണ്ടുള്ള അവരെ കടമകളും ബാധ്യതകളും നിർവഹിക്കുവാനും ഒക്കെ നമുക്ക് എത്രമാത്രം സാധിച്ചിട്ടുണ്ട് എന്ന് നമ്മൾ ആലോചിക്കേണ്ടത്. അതേപോലെ നമ്മുടെ ആരാധനാകർമ്മങ്ങളൊക്കെ എത്രമാത്രം കൃത്യതയോടുകൂടി കണിശമായി കൊണ്ട് നിർവഹിക്കുവാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട് എന്നതിനെ കുറിച്ചും സുന്നത്തായ കർമ്മങ്ങളൊക്കെ, ഫർളായ നിർബന്ധ കർമ്മങ്ങളൊക്കെ എത്രമാത്രം നിർവഹിക്കുവാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട് എന്ന് നമ്മൾ ആലോചിക്കും. ഏതെങ്കിലും വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ പുതിയൊരു ജീവിതത്തിലേക്ക് ഇറങ്ങിത്തിരിക്കുവാൻ നമുക്ക് സാധിക്കും. നമുക്ക് ലഭിച്ച സമയങ്ങളെയും സന്ദർഭങ്ങളെയും കൃത്യമായി ഉപയോഗപ്പെടുത്തുവാൻ വിശ്വാസികൾ എന്ന നിലയ്ക്ക് നമ്മൾ തയ്യാറാണ്. കാരണം സമയം നമ്മിൽ നിന്ന് നീങ്ങിപ്പോകുന്നു, നമ്മൾ
മരണത്തോട് അടുത്തുകൊണ്ടിരിക്കുന്നു. നമ്മുടെ അടുക്കൽ നമ്മുടെ കർമ്മങ്ങൾ മാത്രമായിരിക്കും മരണസമയത്ത് ഉണ്ടായിരിക്കുക എന്ന് ആ ഒരു ബോധം നമ്മെ സംബന്ധിച്ചിടത്തോളം. അതുകൊണ്ട് സമയം സൂക്ഷിച്ചുകൊണ്ട് ഓരോ സമയവും നമുക്ക് വിലപ്പെട്ടതാണ്, അതേപോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് എന്ന് അറിഞ്ഞുകൊണ്ട് കൂടുതൽ നന്മ ചെയ്യുവാനുള്ള അവസരങ്ങളായിക്കൊണ്ട് ഉപയോഗപ്പെടുത്തുവാനുള്ള സുന്നത്തായ കാര്യങ്ങളിൽ വീഴ്ച വന്നിട്ടുണ്ടെങ്കിൽ പരമാവധി സുന്നത്തായ കർമ്മങ്ങൾ ആ ഒരു തീരുമാനം നമുക്ക് എടുക്കുവാൻ സാധിക്കും. ഇന്നത്തെ ഒരു ദിവസത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചപ്പോൾ എത്ര ആളുകൾക്ക് സുബ്ഹി ജമാഅത്തായിക്കൊണ്ട് നിർവഹിക്കാൻ സാധിച്ചു എന്ന് നിങ്ങൾ നമുക്ക് ആലോചിക്കുന്നു. എത്രമാത്രം ദിക്റുകൾ ദുആകൾ നടത്തുവാനൊക്കെ നമുക്ക് സാധിച്ചിട്ടുണ്ട് എന്ന് നമ്മൾ ആലോചിക്കും. ഓരോ ദിവസങ്ങളും നമ്മിൽ നിന്ന് കഴിഞ്ഞു പോകും. ഓരോ ദിവസങ്ങളും ആഴ്ചകളും മാസങ്ങളും ഒക്കെ കഴിഞ്ഞു പോകുമ്പോൾ നമ്മൾ മരണത്തോട് അടുത്തുകൊണ്ടിരിക്കുന്നു. അതിനുവേണ്ടി നമ്മൾ ഒരുങ്ങുക. ആ ഒരു ആരോഗ്യത്തിനും അതേപോലെ തന്നെ ആ ഒരു സന്തോഷാവസരവും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ വേണ്ടി ആത്മാർത്ഥമായിക്കൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കുകയും ചെയ്യും. അതോടൊപ്പം തന്നെ പുതിയൊരു വർഷത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ നമ്മൾ അറിയേണ്ടത്, നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മുടെ വീടുകളിൽ പലവിധത്തിലുള്ള കലണ്ടറുകളൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ടാകും. പലവിധത്തിൽ നമുക്ക് ഫ്രീ ആയി ലഭിച്ചിട്ടുണ്ടാകും. അതേപോലെ തന്നെ ക്യാഷ് കൊടുത്ത് നമ്മൾ വാങ്ങിച്ചതൊക്കെ ഉണ്ടാവും. പക്ഷേ അതിലൊരിക്കലും തന്നെ രഹസ്യങ്ങളുള്ളത്, അതേപോലെ തന്നെ വിദ്യാർത്ഥികളുള്ളത്, സ്ത്രീ സൗന്ദര്യം പ്രകടിപ്പിക്കുന്നത്, അതേപോലെ തന്നെ പലിശയുമായി പ്രോത്സാഹിപ്പിക്കുന്ന അത്തരം കാര്യങ്ങളെ സംബന്ധിച്ച് അതൊന്നും തന്നെ വിശ്വാസികൾ എന്ന നിലയിൽ നമ്മൾ ഉപയോഗപ്പെടുത്താൻ പാടില്ല. നമ്മുടെ വീട്ടിലേക്ക് കയറി വരുമ്പോൾ തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്ന ചില കലണ്ടറുകളൊക്കെ. അതുകൊണ്ട് പരമാവധി ഇസ്ലാമിയത്തിലുള്ള ആ ഒരു നിലക്കുള്ള കലണ്ടറുകളായിരിക്കണം നമ്മൾ ഉപയോഗപ്പെടുത്തേണ്ടത്. അല്ലാത്തതൊക്കെ നമ്മൾ ഒഴിവാക്കണം. നമ്മൾ വിചാരിക്കുന്നത് അത് നമുക്ക് വെറുതെ കിട്ടിയതല്ലേ, അത് നമുക്ക് പത്രം വാങ്ങിയപ്പോൾ കിട്ടിയതല്ലേ, അല്ലെങ്കിൽ നമുക്കത് ബാങ്കിൽ നിന്ന് കിട്ടിയതല്ലേ, അല്ലെങ്കിൽ അത് തുണിക്കടയിൽ നിന്ന് കിട്ടിയതല്ലേ എന്നൊക്കെ നമ്മൾ വിചാരിക്കും. മറിച്ച് നമ്മൾ ആലോചിക്കേണ്ടതും മനസ്സിലാക്കേണ്ടതും ഇസ്ലാമികപരമായ രൂപത്തിൽ അവര് പരമാവധി ശ്രദ്ധയോടുകൂടിയുള്ള കലണ്ടറുകളായിരിക്കണം നമ്മൾ ഉപയോഗപ്പെടുത്തുകയും ചെയ്യേണ്ടത് എന്ന് സാന്ദർഭികമായി സൂചിപ്പിക്കുകയാണ്. അതുകൊണ്ട് വിശ്വാസികൾ എന്ന നിലയ്ക്ക് നമ്മൾ പുതിയ ഒരു വർഷത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ നമ്മൾ വലിയ വളരെ പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ, നിർബന്ധ നമസ്കാരങ്ങൾ പരമാവധി കൃത്യമായി കൊണ്ട് അനുഷ്ഠിക്കുവാൻ ഞാൻ തയ്യാറാകും. സുന്നത്ത് നമസ്കാരങ്ങൾ കൃത്യമായി അനുധാവനം ചെയ്യുവാൻ ഞാൻ തയ്യാറാകും. പരമാവധി സുന്നത്ത് നോമ്പുകൾ എടുക്കുവാൻ തയ്യാറാകും. വിശുദ്ധ ഖുർആൻ പരമാവധി സമയങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അത് പാരായണം ചെയ്യുവാനുള്ള സമയം ഞാൻ കണ്ടെത്തും. അതേപോലെ തന്നെ എൻ്റെ കുടുംബ ബന്ധുക്കളെ സന്ദർശിക്കുവാനും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ഞാൻ തയ്യാറാകും. രോഗികളെ സന്ദർശിക്കുവാൻ ഞാൻ തയ്യാറാകും. എൻ്റെ കുടുംബത്തിൽ പരമാവധി സമയം ഞാൻ വിനിയോഗിച്ചുകൊണ്ട് അവരോടുള്ള കടമകളും ബാധ്യതകളും തിരിച്ചറിയുവാൻ ഞാൻ തയ്യാറാകും. ദിക്റുകളും ദുആകളും വർദ്ധിപ്പിക്കുവാൻ ഞാൻ തയ്യാറാകും. അവർ തീരുമാനമായിരിക്കട്ടെ വിശ്വാസികളെ തുടർന്നുള്ള ദിവസങ്ങളിലെ ദിനങ്ങളിലെ അതേപോലെ തന്നെ വരും മാസങ്ങളിലൊക്കെ ഉണ്ടായിരിക്കും. ആ ഒരു തീരുമാനം നമ്മൾ എടുക്കുക. ആ ഒരു നിരക്കുള്ള തീരുമാനം എടുക്കുവാനും ആ ഒരു നിരക്കുള്ള ജീവിത രീതി നയിക്കുവാനും എല്ലാവിധ ആരോഗ്യവും ആഫിയത്തും സൗഭാഗ്യവും നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുക. നമ്മുടെ മാതാപിതാക്കൾക്ക് നന്മ ചെയ്തുകൊണ്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് യഥാർത്ഥ മുത്തഖീകളായിക്കൊണ്ട് മുഅ്മിനീകളായിക്കൊണ്ട് യഥാർത്ഥ മക്കളായിക്കൊണ്ട് ജീവിക്കുവാനുള്ള എല്ലാവിധ തൗഫീഖും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുക. നമ്മുടെ ഇവിടെ പോയിട്ടുള്ള മാതാപിതാക്കൾക്ക് സഹോദരി സഹോദരന്മാർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകി അനുഗ്രഹിക്കുക. അവരെയും നമ്മെയും ആ മാനസികമായ ലോകത്ത് വെച്ച് അവരുടെ ജന്നാത്തുൽ ഫിർദൗസിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുകയും ചെയ്യുക. നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയിട്ടുള്ള എല്ലാ ചെറുതുമായ തെറ്റുകുറ്റങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ മഹത്തായ ഫضലുകൊണ്ട് വിട്ടുകൊടുത്ത് മാഫാക്കിയ പരീക്ഷണങ്ങളിൽ നിന്ന് പ്രതിസന്ധികളിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. മാരകമായ രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്ന ഒരുപാട് ആളുകൾ നമ്മുടെ നാടുകളിലുണ്ട്, നമ്മുടെ മഹല്ലുകളിലുണ്ട്, നമ്മുടെ രാജ്യത്തുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് എല്ലാവർക്കും പെട്ടെന്ന് ശിഫ നൽകി അനുഗ്രഹിക്കുക. അല്ലാഹു ഗഫൂർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات اللهم أجرنا من النار اللهم أجرنا من النار اللهم أجرنا من النار اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين اللهم أحينا على الكتاب والسنة وأمتنا مع الإيمان والتوبة اللهم ربنا تقبل منا دعاءنا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم اللهم